കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ചില കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ kala.ods എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ കുട്ടികൾക്കുള്ള ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലിബ്രിയോഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ kerala_participants.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. തയ്യാറാക്കിയ കാർഡുകൾ ഒറ്റ ഫയലായി സേവ് ചെയ്യണം. The details of some students participating in Kerala School Kalotsavam is given in the file kerala.ods in exam documents folder in home. Prepare identification certificates for children using the mail merge feature in LibreOffice Writer. A model of identification certificate is given in the file kerala_participants.ott in exam documents folder in home. Save the prepared cards as a single file to exam folder in home. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള kala_participant.ott എന്ന ഈ ഫയലാണ് ആദ്യം തുറക്കേണ്ടത്. അത് തുറക്കുന്നു. അടുത്ത ഫയൽ മെനു ബാറിലെ ഇൻസെർട്ട് ഓപ്ഷൻ വഴിയാണ് തുറക്കേണ്ടത്. ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫീൽഡ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡാറ്റാബേസ് എന്നത് സെലക്ഷൻ ആയിരിക്കണം. അതുപോലെ ഇവിടെ മെയിൽ മെർജ് എന്നതും സെലക്ഷൻ ആയിരിക്കണം. ഇനി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഫയൽ തുറക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ kala.ods എന്ന ഫയലാണ് തുറക്കേണ്ടത്. അത് സെലക്ട് ചെയ്യുന്നു. ഇനി ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു. ഫയൽ ഇവിടെ തുറന്നു വന്നു. ഇതിന് ഇടത് ഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റ് എന്നതിന് ഇടതുഭാഗത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഫീൽഡ് ദൃശ്യമാക്കുന്നു. ഇനി ഈ ഫീൽഡുകൾ ആവശ്യമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നെയിം ഓഫ് ദി പാർട്ടിസിപ്പൻറ്റ് എന്നതിന് വലതുഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡിൽ നെയിം ഓഫ് പാർട്ടിസിപ്പൻറ്റ് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതുപോലെ ഐറ്റം എന്നത് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഐറ്റം എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് അഡ്മിഷൻ നമ്പർ. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്തത് സ്റ്റാൻഡേർഡ്, അതും ചേർത്ത് കൊടുക്കുന്നു. നെയിം ഓഫ് സ്കൂൾ, നെയിം ഓഫ് സ്കൂൾ സെലക്ട് ചെയ്യുന്നു. അതും ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് സേവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാണുക. അതിന് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി പ്രിൻ്റ് എന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രിൻ്റർ എന്നത് മാറ്റിയിട്ട് ഫയൽ എന്ന് സെലക്ട് ചെയ്യുന്നു. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻ്റ് എന്നത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഹോമിലെ X110 ഫോൾഡർ സെലക്ട് ചെയ്തു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഇവിടെ പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറായി കഴിഞ്ഞു. ഹോമിലെ X110ൽ നമ്മൾ തയ്യാറാക്കിയ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുവാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറായി കഴിഞ്ഞു.